വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം അധ്യായം 10 തിരുവചനങ്ങൾ 1 മുതൽ. വിശുദ്ധ ലൂക്കോസ് 10-ാം അധ്യായം. യേശു വേറെ 70 പേരെ നിയമിച്ച് താൻ പോകുവാൻ ഒരുങ്ങിയിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും തനിക്ക് മുമ്പേ ഈ 2 അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന്റെ ഉടയവനോട് തന്റെ കൊയ്ത്തിന്റെ വേലക്കാരെ അയക്കുവാൻ അപേക്ഷിക്കുക. നിങ്ങൾ പോകുവിൻ, ചെന്നായ്ക്കളിടയിലേക്ക് കുഞ്ഞാടുകളെ പോലെ ഇതാ നിങ്ങളെ അയക്കുന്നു. വടിശീലയോ പാണ്ടമോ ചെരുപ്പോ നിങ്ങൾ എടുക്കരുത്. വഴിയിൽ ഒരുവനെയും അഭിവാദനം ചെയ്യുകയും അരുത്. ഏതെങ്കിലും ഭവനത്തിൽ പ്രവേശിച്ചാൽ ആദ്യമേ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കുക. അവിടെ ഒരു സമാധാനപുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും. അവരുടേതിൽ നിന്ന് ഭക്ഷിച്ചും പാനം ചെയ്തും നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിക്കുക. എന്തെന്നാൽ വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാകുന്നു. ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറരുത്. നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുന്ന പട്ടണത്തിൽ നിങ്ങൾക്ക് നൽകുന്നത് ഭക്ഷിക്കുക. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുക. ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നുവെന്ന് അവരോട് പറയുകയും ചെയ്യുക. നിങ്ങൾ പ്രവേശിക്കുകയും നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന പട്ടണത്തിലെ തെരുവിലേക്ക് എന്ന് നിങ്ങളുടെ പട്ടണത്തിൽ നിന്ന് ഞങ്ങളുടെ പാദത്തിൽ പറ്റിയതായ പൊടിയും നിങ്ങൾക്കായി തട്ടിക്കളയുന്നു. എന്നാൽ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്നവരോട് പറയണം. ന്യായവിധി നാളിൽ സോദോം ദേശത്തിന് ആ പട്ടണത്തെക്കാളും ആശ്വാസമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കോരസീനെ നിനക്ക് ഹാകഷ്ടം, ബെത്സയിദാ നിനക്ക് ഹാകഷ്ടം. എന്തെന്നാൽ നിങ്ങൾ നടന്ന അത്ഭുതങ്ങൾ സോറിലും സീദോനിലുമായിരുന്നെങ്കിൽ അവർ പണ്ടേ തന്നെ ചാക്ക് ശീല ധരിച്ചും വെണ്ണീറിൽ ഇരുന്നും അനുദപിക്കുമായിരുന്നു. എന്നാൽ ന്യായവിധി ദിവസം നിങ്ങളെക്കാൾ സോറിനും സീദോനും ആശ്വാസമുണ്ടാകും. ആകാശത്തോളം ഉയർന്ന കപ്പർന്നഹൂമേ, നീ പാതാളത്തോളം താഴ്ത്തപ്പെടും. നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എന്റെ വാക്ക് കേൾക്കുന്നു. നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു. എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു. സ്വല്പസമയിരിക്കാം. പെന്തിക്കോസ്ത് പെരുന്നാൾ കഴിഞ്ഞ് 4-ാമത്തെ ഞായറാഴ്ച നമ്മൾ എത്തിയിരിക്കുന്നു. അപ്പോസ്തലന്മാരെ 13 പേരെ ഓർക്കുവാൻ തക്കവണ്ണം നമ്മൾ 13 ദിവസത്തെ ശ്ലീഹാനോയമ്പും കഴിഞ്ഞു. ഇന്നത്തെ ഈ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 4-ാം ഞായറാഴ്ച ദിവസം നമ്മൾ 72 അറിയിപ്പുകാരെ ഓർക്കുകയാണ്. 70-ഉം 72 എന്ന 2 വേർഷനുണ്ട്. ഇന്ന് നമ്മൾ വായിച്ചതായ വേർഷനിൽ 70 പേരെന്നാണ്. എന്നാൽ സുറിയാനി വേദപുസ്തകത്തിൽ അത് 72 എന്നാണ്. അങ്ങനെ പരിഭാഷയിൽ ചില കാര്യങ്ങൾ വിട്ടുപോകുകയോ ചില കാര്യങ്ങൾ മറിഞ്ഞിരിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ 72 പേരെ കർത്താവ് തന്റെ വേലയ്ക്ക് ഉപയോഗിക്കുന്ന രംഗമാണ് ഇവിടെ കണ്ടത്. ശ്ലീഹാനോമ്പിന്റെ സമയം 13 അപ്പോസ്തലന്മാരെ ദൈവം എങ്ങനെ ഉപയോഗിച്ചു. നമുക്ക് ഈ അപ്പോസ്തലന്മാരുടെ വേല, ഈ 72 അറിയിപ്പുകാരുടെ വേലയൊക്കെ നമുക്ക് ഈ 21-ാം നൂറ്റാണ്ടിൽ നമുക്കും കിട്ടും. അവർ ചെയ്ത വേലയുടെ ബാക്കി നമുക്ക് കിട്ടും. അത് ഇത്രയും നാളായി നമ്മൾ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ മാമോദീസയുടെ ദിവസം നമ്മൾ അങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്തിട്ടാണ് സഭയുടെ അംഗത്വം സ്വീകരിച്ചത്. നമ്മൾ ശിശുക്കളായിരുന്നപ്പോൾ നമുക്കത് ഓർമ്മയില്ലാത്തതുകൊണ്ട് നമ്മുടെ തലതൊട്ടവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? തലതൊട്ട അമ്മയോ തലതൊട്ട അപ്പനോ 12-ാമത്തെ വയസ്സിൽ നമ്മളെ വിളിച്ചു നിർത്തി, മകനെ ഞാൻ നിന്നെ വഹിച്ചുകൊണ്ട് ദേവാലയത്തിൽ പോയതാണ്. പിശാചിനെ ഉപേക്ഷിക്കാൻ നിന്റെ ഇടതു കൈയിൽ പിടിച്ചുകൊണ്ട് ഞാൻ പടിഞ്ഞാറോട് തിരിഞ്ഞ് പിശാചിനെ ഉപേക്ഷിച്ചതാണ്. നിന്റെ വലതു കൈ പിടിച്ചുകൊണ്ട് ഞാൻ കിഴക്കോട് തിരിഞ്ഞ് യേശുവിനെ ഞാൻ സ്വീകരിച്ചതാണ്. അത് നിനക്ക് വേണ്ടിയാണ്. നിന്റെ വായായിട്ട് ഞാനാ പ്രവർത്തിച്ചത്. ഇപ്പോൾ 12 വയസ്സായപ്പോൾ നമുക്ക് വർത്താനം പറയാൻ നല്ലപോലെ അറിയാം. ചിന്തിക്കാൻ പ്രായമായി, വിവേകം വന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നീ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവനെ അനുഗമിച്ച് സുവിശേഷപരമായ നടപടികളിലേക്ക് ആനയിക്കപ്പെടണമെന്ന് അന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വാക്ക് പറഞ്ഞത് ഞാനിതിപ്പോൾ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. കാരണം നീ 3 ദിവസം ധ്യാനിക്കാൻ പള്ളിയിൽ പോകണം,
അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ പോയിരിക്കണം. സ്വർഗത്തിലെ പിതാവിനെ നീ പരിചയപ്പെടണം. സ്വർഗത്തിലെ പിതാവാണ് നിനക്ക് ഒരു അപ്പനെയും അമ്മയും തന്നത്. ആ പിതാവിനോടാണ് നിനക്ക് ഏറ്റവും അധികം കടപ്പാട്. അതുകൊണ്ട് ആ പിതാവിന്റെ ഇഷ്ടപ്രകാരം നീ ഇനി ഈ കുടുംബത്തിൽ ഒരു സത്യക്രിസ്ത്യാനിയായി ജീവിക്കണമെന്ന് ഏതെങ്കിലും തകോട്ടപ്പനമ്മ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അവർക്കൊരു ക്ഷമ കൊടുക്കണ്ടേ? അതിന് പകരം ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് അവരോട് ക്ഷമിക്കണമേ, അവിടെ ആ കൃത്യവിലോപത്തെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ട് നമ്മളെങ്കിലും അത് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. തലതൊട്ട് ഈ കൂട്ടത്തിലുണ്ടെങ്കിലോ ഈ 12 വയസ്സാകുമ്പോഴത്തെ അവരെ കുഞ്ഞുങ്ങളോട് എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരുന്ന് യേശു 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയി 3 ദിവസം പിതാവിനുള്ള സംസർഗത്തിൽ ഇരുന്ന ആ കാര്യം, അത് നമ്മളെല്ലാവരും അനുകരിക്കേണ്ട, ആ യേശുവിനെ അനുഗമിക്കേണ്ട ചുമതല നമുക്കുണ്ടെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് പെന്തിക്കോസ്തിക്ക് ശേഷം 4ാം ഞായറാഴ്ച നമ്മൾ സ്വയപരിശോധന നടത്തി കഴിഞ്ഞ തലമുറയിൽ കൃത്യവിലോപങ്ങൾ വരുത്തി മാമോദീസായിൽ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ അവർ അനുസരിച്ചോ നമ്മളനുസരിച്ചോ, ഉപേക്ഷിച്ച പിശാച് വേറെ വഴി കൂടെ കയറി വന്നോ, അത് വന്നെങ്കിൽ 7 കൊണ്ടുവന്ന് 8 ഉണ്ടോ? ഇതിനോടെല്ലാം യാത്ര പറയാൻ വേണ്ടിയാണ് ഈ നോമ്പുകൾ ഉപവാസം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസം വെച്ചിരിക്കുന്നതിനാണ്. 13 നോയമ്പ് കഴിഞ്ഞ് ഇനി 15 നോയമ്പ് അടുത്ത മാസം വരും. ആഗസ്റ്റ് മാസം 1 മുതൽ 15 വരെ 15 നോയമ്പ്, അത് കഴിഞ്ഞൊരു 8 നോയമ്പ്. ഇങ്ങനെ പല നോമ്പുകൾ ഉപവാസം പറഞ്ഞ് ഈ മാമോദീസയിൽ ഇറക്കി വിട്ട ഭൂതം വേറെ 7 കൊണ്ട് തിരികെ കയറിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇറക്കാൻ വേണ്ടിയുള്ള സംയുക്തമായ പോരാട്ടമാണ്, പിശാചിനുള്ള യുദ്ധമാണ് ഈ നോയമ്പ്, ഉപവാസം, പ്രാർത്ഥനയും ധ്യാനം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പം നമ്മുടെ പൂർവികരും നമ്മളും ദൈവസനയിൽ പറഞ്ഞ വാക്കുകൾ പലതും പാലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ശാപം നമ്മളിൽ നിന്ന് മാറാത്തത്. വാക്ക് പാലിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ ലക്ഷണമാണ്. സ്നേഹമില്ലാത്തവർ വാക്ക് പറയും, അവരങ്ങ് മറന്നു പോകും. അത് അന്നേരം തന്നെ അത് തട്ടിക്കളയുകയാണ്. സ്നേഹമുള്ളവർ പറയുന്ന കാര്യം അത് ഹൃദയത്തിൽ എഴുതി വെക്കും, അത് രാവും പോലെ ഓർത്തുകൊണ്ടിരിക്കുകയും കൃത്യസമയത്ത് നടപ്പിലാക്കുകയും ചെയ്യും. അപ്പം നമ്മളോ നമ്മുടെ പൂർവികരോ ദൈവസനയിൽ പറഞ്ഞ വാക്കുകൾ പാലിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തോട് അത്രയ്ക്കുള്ള സ്നേഹമേ ഉള്ളൂ. സ്നേഹം ഇല്ലാനുള്ള കുഴപ്പമില്ലാന്നറിയാം. ശാപം പറ്റുന്ന എന്ന് കേട്ടത്. ശാപം പറ്റുന്ന ആർക്കാണ്? 1 കൊരിന്ത്യർ 16 എത്രാം വാക്യാന്ന് വായിച്ചത്? ഒന്ന് വായിച്ചാട്ടത്. ശാപം പറ്റുന്നത് ആർക്കാണ്? കാരണം കൂടാതെ ശാപം പറ്റുകയില്ലെന്നുണ്ട്. ദൈവത്തെ അക്ഷയമായി സ്നേഹിക്കുന്നവർക്ക് ശാപം പറ്റുകയില്ല. യേശുവിനെ സ്നേഹിക്കാത്ത ഏവരും ശപിക്കപ്പെട്ടവരുന്ന. അപ്പൊ യേശുവിനോടുള്ളതായ സ്നേഹക്കുറവ് പലതരത്തിലാണ് ഉണ്ടാകുന്നത്. വാക്കുപാലിക്കാത്ത സ്നേഹക്കുറവ്, പറഞ്ഞത് ശ്രദ്ധിക്കാത്ത സ്നേഹക്കുറവ്, പറഞ്ഞത് എതിരായി ചെയ്യുന്നതിന്റെ സ്നേഹക്കുറവ്, ഇങ്ങനെ ഒത്തിരി തരം സ്നേഹക്കുറവുകളുണ്ട്. ആ സ്നേഹക്കുറവുകളെല്ലാം പിശാച് നോട്ട് ചെയ്തിട്ട് ഇപ്പോൾ നിന്നെ അനുസരിക്കാത്ത, നിന്നെ സ്നേഹിക്കാത്ത ആൾ എന്റെ വകയാണെന്ന് പറഞ്ഞ് ശാപം കയറ്റിവിടും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല എന്നുള്ള പറഞ്ഞ വചനത്തിന്റെ ഇണവാക്യമാണ് ഇന്ന് വായിച്ചത്. സദൃശവാക്യം 26:2 കാരണം കൂടാതെ ശാപം പറ്റുകയില്ലെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെയോ ശാപങ്ങൾ പറ്റിയത് കൊണ്ടാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടക്കാത്തത്. അനുഗ്രഹം വന്ന വഴി അടഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ ചോർന്നു പോകുന്നു, കിട്ടിയതൊന്നും അനുഭവിക്കാനൊക്കുന്നില്ല, സന്തോഷിക്കാനൊക്കുന്നില്ല. അനുഭവിക്കാനൊക്കുന്നില്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ചോർന്നു പോയ പഴുതുകൾ കണ്ടെത്തണം, ശാപം വന്ന വഴി കണ്ടെത്തണം. അത് പരിഹരിക്കാൻ ഈ പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള അവസരത്തിൽ അപ്പോസ്തലന്മാർ ഒത്തിരി ശപിക്കപ്പെട്ടവർക്ക് അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹത്തിന്റെ വാതിലേക്ക് തിരിച്ചുവിട്ടവരാണ്. ആ 12 അപ്പോസ്തലന്മാരും പൗലോസിയ 13ാമത്തെ ആളും 72 പേരും 70 പേരും ഒക്കെ ഇന്നിവിടെ വന്നിട്ടുണ്ട്. യേശുവിനെ സ്നേഹിക്കാതെ ഇരുന്ന മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ ജനിച്ചതിനുണ്ടായ ശാപം നമുക്കിന്ന് മാറ്റണം. നമ്മൾ മാമോദീസായിൽ ഏറ്റുപറഞ്ഞ ആ സത്യവാചകം 12ാം വയസ്സിൽ ആവർത്തിച്ച് അത് ഉറപ്പിച്ച് സ്വന്തമാക്കാതെ നാമധേയ ക്രിസ്ത്യാനികളെ നടന്ന ആ സ്നേഹക്കുറവ്, അതിന് ശാപം മാറണം. നമ്മളെ കണ്ടിട്ട് ആർക്കെങ്കിലും യേശുവിനെ കാണാൻ കഴിയുന്നില്ലെങ്കിൽ കർത്താവിന് എന്തൊരു ദുഃഖമാണെന്നറിയാവും. ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരാണ് സ്ഥാനമേറ്റവരെല്ലാവരും. എല്ലാ രാജ്യങ്ങൾക്കും അംബാസഡർമാരുണ്ട്. ആ അംബാസഡർമാർ ആ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നു, ആ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്നു, ആ രാജ്യത്തിന്റെ കൊടി അവിടെ ഓഫീസിന് മുന്നിൽ പാറിക്കുന്നു. ഞാൻ ഇന്ത്യൻ രാജ്യത്തിന്റെ അംബാസഡറാണ്, അത് അഭിമാനത്തോടെ അവർ പറയും. ഇതുപോലെ നമ്മൾ സ്വർഗരാജ്യത്തിന്റെ അംബാസഡർമാരായിട്ടാണോ ദൈവരാജ്യത്തിന്റെ കൊടി നമ്മുടെ വീടിന്റെ പടിക്ക് വല്ലതും ഉണ്ടോ? കാണിക്കേണ്ടതാണ്. നമ്മുടെ വീടിന്റെ പടിക്ക് ആര് പോയാൽ ഇത് ദൈവരാജ്യത്തിന്റെ അംബാസഡർ താമസിക്കുന്ന വീടാണെന്ന് പറയണം. നമ്മളെ കുറിച്ച് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല. നമ്മൾ ദൈവത്തിന്റെയും ദൈവരാജ്യത്തിന്റെയും പ്രതിനിധികളാണ്. അത് ഈ ലോകത്തിൽ ഉദ്ഘോഷിക്കാനുള്ളവരാണ്.
അപ്പോസ്തലന്മാരെയും 72 അറിയിപ്പുകാരെയും കർത്താവ് അങ്ങ് അനേക സ്ഥലത്ത് വിട്ട് അതിന്റെ സംഭവങ്ങൾ നമ്മളുടെ വാസ്തവത്തിൽ മാമോദീസയിലെ പ്രതിജ്ഞ ശരിക്കും പുതുക്കാമെങ്കിൽ അംബാസഡറുടെ പദവി പുതുക്കി തരും. ചെല്ലുന്നവരെല്ലാം ദൈവത്തിന്റെ അംഗീകാരവും ദൈവത്തിന്റെ പ്രതിനിധികളെന്ന നിലയിലുള്ള സ്വീകാര്യവും വലിയ അത്ഭുത പ്രവർത്തികൾ നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അർത്ഥം. അപ്പൊ ഇന്ന് പെന്തക്കോസ്തിക്ക് ശേഷമുള്ള 4-ാം ഞായറാഴ്ച 13 അപ്പോസ്തലന്മാരുടെയോ 72 അറിയിപ്പുകാരുടെയോ ജോലി നമ്മൾ ചെയ്തിട്ടുണ്ടോ? സുവിശേഷപരമായ നടപടികളിലേക്ക് ആനയിക്കപ്പെടുമെന്ന് വാക്ക് പറഞ്ഞതുവാ. ആ വാക്ക് നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? വാക്ക് പാലിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം സ്നേഹമില്ല, കടപ്പാടില്ല, ചുമതലാബോധമില്ലെന്ന. അപ്പൊ ശാപം കയറി വരികയല്ലേ? വലിയൊരു ശപിച്ചാൽ അത് പറ്റിയെങ്കില്ല, ശപിച്ചുകൊണ്ടല്ല പറ്റിയത്, അതിന് കാരണം നമുക്ക് ഉള്ളതുകൊണ്ടാണ്. ശാപം പറ്റുന്ന ഒരു കാരണവും നമുക്കില്ലെങ്കിൽ അത് തിരിച്ചു ശപിച്ചവർക്ക് തന്നെ തിരിച്ചു കിട്ടും, നമുക്ക് കിട്ടുകയില്ല എന്നുള്ള കാര്യം സംഖ്യാപുസ്തകം 21-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അറിയാം. പഴയ നിയമകാലത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മോശയുടെ വിദഗ്ധമായ നേതൃത്വത്തിൽ ഇസ്രായേൽക്കാർ അങ്ങനെ കനാൻ ദേശത്തേക്ക് യാത്ര ചെയ്യുന്ന ആ വഴിയിൽ ദൈവത്തിന്റെ സംരക്ഷണം, ദൈവത്തെ അനുസരിച്ച് അവർ ജീവിച്ചിരുന്ന കാലത്ത് സംരക്ഷണം ലഭിച്ചിരുന്നു. ലക്ഷക്കണക്കിന് പേരെ ക്ഷേമമായി സന്തോഷമായി സന്തുഷ്ടമായി കടന്നു പോകുന്ന കണ്ടപ്പോൾ പലർക്കും അസൂയ തോന്നി. അവർ കൂലി കൊടുത്ത് ബിലയാമിനെയും ബാലാക്കിനെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ബിലയാമും ബാലാക്കും കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പല പ്രാവശ്യം ക്ഷുദ്രം ചെയ്യുന്നുണ്ട്, ആവിചാരം ചെയ്യുന്നുണ്ട്. അവര് ചൊവ്വാകരുത്, നശിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം തമ്പുരാൻ കയറി വീണി മന്ത്രവാദം നടത്തുന്ന ആവിചാര ദോഷക്കാർ, നീ മിണ്ടി പോകരുത്, അവരെ ശപിച്ചേക്കരുത്, ഞാൻ അവരെ അനുഗ്രഹിച്ചിരിക്കുക, നീ തൊട്ടു പോകരുതെന്ന് പറയും. ദൈവം കയറി വീണു. അപ്പൊ നമ്മൾക്കെതിരായി ആരെങ്കിലും ക്ഷുദ്രം ചെയ്ത് നമുക്ക് പറ്റിയെങ്കിൽ എന്റെ അർത്ഥം എന്നാ? കർത്താവ് മിണ്ടിയില്ല, ഏക്കട്ടെന്ന് വിചാരിച്ചു. അപ്പൊ ശാപം പറ്റാൻ കാരണം അവർ ചെയ്തതുകൊണ്ടാണോ? അല്ല. അപ്പൊ നമ്മള് ശപിച്ചവര് തപ്പി നടക്കേണ്ട കാര്യമുണ്ടോ? ശാപം വരുത്തി വെച്ച നമ്മുടെ കാര്യമാണ് നമ്മൾ പരിശോധിക്കണം. എനിക്ക് ശാപം പറ്റത്തക്കണം എന്റെ ജീവിതത്തിൽ സ്നേഹക്കുറവും വിശ്വാസക്കുറവും പ്രത്യാശക്കുറവും വരുത്തിയ കാര്യങ്ങൾ അത് ഏറ്റുപറഞ്ഞ് കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ശാപം അങ്ങ് തിരിച്ചു പോക്കോളൂ. അപ്പൊ മന്ത്രവാദി തന്നെ പറയും പണ്ട് ഏറ്റു, പക്ഷെ ഇപ്പൊ ഏൽക്കുന്നില്ലല്ലോ. അവരും സങ്കേതത്തിൽ പോകുന്നുണ്ട്, ധ്യാനമന്ദിരത്തിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. ശാപത്തിന് കയറാൻ ഇടവില്ല. അവരുടെ ഉള്ളിൽ വചനം ഇരിക്കുന്നു, അവരുടെ ഉള്ളിൽ യേശു ഉണ്ട്, അവർ യേശുവിനെ ആരാധിക്കുന്നു. അതുകൊണ്ട് നീ ഏതായാലും എന്നെ വിട്ടതല്ലേ, എനിക്ക് എന്റെ പണിയാണ്, ഞാൻ നിന്നോട് കയറുകയെന്ന് പറയും. മന്ത്രവാദി തകരും. മനസ്സിലായോ? എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു 45 കൊല്ലം മുമ്പ് പാലവിള മിഷൻ സെന്ററിൽ സുവിശേഷ വേല ചെയ്യുന്ന സമയം മന്ത്രവാദികളായ പലരും മാനസാന്തരപ്പെട്ടു. അവര് അത്ഭുത ലോകശാന്തിയിൽ അവര് വിശ്വാസികളായ ദൈവവശത്ത് വന്നു. പക്ഷെങ്കിൽ ഇതൊന്നും കണ്ട് വിശ്വസിക്കാത്ത കഠിന ഹൃദയരായ മന്ത്രവാദികൾ ഞങ്ങളെ കൊല്ലാനും ഇവരെ പിടിച്ച് തിരിച്ചുകൊണ്ടുപോകാനും ഇവിടെ മന്ത്രങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഈ കാര്യം ദൈവാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നു. കഠിന ഉപവാസം 3 ദിവസം എടുത്തു, വെള്ളം പോലും കുടിക്കാതെ ഉപവാസം എടുത്ത് ഭവന ശുദ്ധീകരണത്തിന്റെ ക്രമപ്രകാരം വെള്ളം വാഴ്ത്തി ദൈവാത്മാവ് പറഞ്ഞ് ഇന്നടുത്തെല്ലാം ഒഴിക്കാൻ പറഞ്ഞു. അന്നത്തെ ധ്യാനമന്ദിരത്തെ സുവിശേഷ സംഘത്തെയും ആ പള്ളിയെയും അവിടുത്തെ പ്രവർത്തനങ്ങളെ സംഭിപ്പിക്കാൻ വേണ്ടി ശുദ്ധം ചെയ്ത് പല സാധനങ്ങൾ പലയിടത്ത് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പലയിടങ്ങളിൽ പലത് വേലകൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അവിടെ പ്രാർത്ഥിച്ച വെള്ളം അവിടെ ഒഴിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ശപിക്കുന്നവരെ ശപിക്കാതെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിച്ചു? കൊല്ലാനും തകർക്കാനും വന്ന പിശാചിന് അവിടെ ഇടവില്ലാതായി. അത് ചെയ്തവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. അപ്പൻ മന്ത്രവാദിയും മകൻ മന്ത്രവാദിയും തമ്മിൽ അടിയായി. ആ അപ്പൻ മന്ത്രവാദി ആ മന്ത്രവാദിയെ മകൻ മന്ത്രവാദി അടിച്ച് താഴെ വീണിച്ചു. പെടലി അനക്കാൻ മേലാതായി. ആ വീട്ടിൽ നിന്ന് തന്നെ വേറൊരാൾ മാനസാന്തരപ്പെട്ട സഭയിൽ വരികയും ചെയ്തു. ആ വീട്ടിൽ അവരെന്നാ മന്ത്രം ചെയ്തിട്ടും ചെയ്യുന്നില്ല, അവർക്കിട്ട് തിരിച്ചടിക്കുക. അപ്പോൾ അവരുടെ വഴിയെല്ലാം അടഞ്ഞു. ഈ വീട്ടിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മന്ത്രം ചെയ്ത ആ മന്ത്രവാദിയുടെ പെടലിയെ തൊട്ട് പ്രാർത്ഥിച്ച് അവർക്ക് സൗഖ്യം കിട്ടിയപ്പോൾ അതുവരെ വർത്താനം പറയാതിരുന്ന മൂകനായിരുന്ന ആ മകൻ മന്ത്രവാദി എന്റെ യേശുവെ പൊന്നേശു എന്ന് വിളിക്കാൻ അവർക്ക് വലിയ വിശ്വാസമായി. പറഞ്ഞതിന്റെ അർത്ഥം മന്ത്രവാദം ചെയ്താൽ ഏൽക്കുന്നത് ആർക്കാണ്? വചനം അനുസരിക്കാത്തവർ കേൾക്കും. അപ്പോൾ മന്ത്രവാദികളായിരുന്ന ഒരു കുടുംബത്തിലെ ഒരാൾ മാനസാന്തരപ്പെട്ട് വന്ന് സ്നാനമേറ്റ് സഭയോട് ചേർന്നു.
അപ്പോൾ മറ്റേ ആൾക്ക് വൈരാഗ്യം മോദി ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മന്ത്രം ചെയ്തപ്പോൾ സംഭവിച്ചത് അവർ താഴെ വീണെന്നുള്ളതാണ്. അങ്ങനെ ആ ദേശത്ത് ഇവിടെ വലിയ വിശ്വാസം ഉണ്ടായി. 352 പേര് മന്ത്രവാദം, കുടിയും വലിയും എല്ലാം ഉപേക്ഷിച്ച് സഭയിലേക്ക് ചേർന്നൊരു ചരിത്രം നമ്മുടെ ഓർത്തഡോക്സ് സഭയിലുണ്ടെന്ന് കാര്യം ഓർപ്പിക്കുന്നു. അവർ കൊല്ലാൻ വന്നയാളെ വിഷം കോരി ഒഴിച്ച് കടലിൽ ചാടിക്കാനായിട്ട് വന്നിട്ട് അവർക്ക് പറ്റാതെ അവർ തിരിച്ചുപോയി. ആളെ ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നു, മനസ്സിലായി? ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നമ്മൾ വചനപ്രകാരം നിൽക്കാമെങ്കിൽ ഒരു ശാപവും നമുക്ക് പറ്റുകയില്ല. സംഖ്യാപുസ്തകം 23-24 അധ്യായത്തിലെ കാര്യമുണ്ട്. അപ്പം ആരെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്തോ എന്നുള്ളതല്ല, പറ്റിയെങ്കിൽ നമ്മുടെ ഭാഗത്ത് തന്നെ കാരണമുണ്ട്. കാരണം എന്താ? സ്നേഹക്കുറവ്. സ്നേഹക്കുറവ് എങ്ങനെയാ? പലതരത്തിലുണ്ടത്. കൽപ്പന ലഭിച്ചു പ്രമാണിക്കുന്നതിന് തന്നെ യോഹന്നാൻ 14:21. എല്ലാ കാര്യവും കർത്താവിനോട് ചോദിച്ച് ചെയ്യുന്ന സ്നേഹം. ഭാര്യയുടെ ഭർത്താവിനോടുള്ള സ്നേഹം എങ്ങനെയാ കാണിക്കുന്നത്? എല്ലാ കാര്യം അച്ഛനോട് ചോദിച്ചേ ചെയ്യാവൂ. ചോദിക്കാതെ ഒന്നും ചെയ്യരുത്, അറിയാതെ ഒന്നും ചെയ്യരുത്, പറയാതെ ഒന്നും ചെയ്യരുത്. സ്നേഹമെന്ന് പറയുന്ന എല്ലാം അറിഞ്ഞും എല്ലാം പങ്കിട്ട് ചെയ്യുക എന്നുള്ളത്. സ്വർഗീയ മണവാളനായ യേശുവിനോട് എല്ലാം പറഞ്ഞും ചോദിച്ചുമാണോ നമ്മൾ ചെയ്യാറുള്ളത്? പിശാച് ഇതെല്ലാം നോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്തൊക്കെ ചോദിക്കാതെ ചെയ്തു, എന്തൊക്കെ പറയാതെ ചെയ്തു, എന്തൊക്കെ രഹസ്യമായിട്ട് ചെയ്തു, എന്തൊക്കെ മറച്ചു വെച്ചു, ഇതെല്ലാം പിശാച് നോട്ട് ചെയ്തിട്ട് സ്വർഗ്ഗകോടതിയിൽ കൊണ്ട് കേസ് കൊടുക്കുന്നത്. അവരോട് വലിയ സ്നേഹമൊന്നുമില്ല, വേറെ ആളോടാ. അത് ഞാൻ എൻ്റെ പരിപാടിയാണ്, ഇപ്പൊ അവൾ എൻ്റെ വകയാന്ന് പറഞ്ഞ് ഞങ്ങൾ കയറും. അങ്ങനെ കുടുംബം തകരും. എല്ലാം ചോദിച്ചും പറഞ്ഞ് ചെയ്താൽ, പിശാച് എന്തെങ്കിലും ചെയ്താൽ ദൈവം പറയും അവരെന്നോട് ചോദിച്ചാൽ എല്ലാം കാര്യം ചെയ്യുന്നത്, അവരെൻ്റെ വകയാ, പോകാൻ പറയും, തിരിച്ചു പോകും. അപ്പം ഇന്നത്തെ തിരുവചനത്തിന്റെ വലിയ സന്ദേശം ഇതാണ്: യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവരുടെ കൃപയിരിക്കും. യേശുക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിച്ചാൽ ഒരു ശാപവും പറ്റുകയില്ല. ആ കാര്യം നിങ്ങൾ സാക്ഷിക്കുകയാണ്. അങ്ങനെ മരണത്തിന്റെ വക്കിൽ നിന്നും, മരണത്തിന്റെ പിടിയിൽ നിന്നും, അനേക മന്ത്രവാദികളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട ഇപ്പൊ നിങ്ങളോട് ഈ കാര്യം 74-ാമത്തെ വയസ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അനേകർ പല പണികൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കേൾക്കുന്നില്ല, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. അവർക്ക് മനസ്സിലായി ഇയാൾക്കിട്ടത് കേൾക്കുകയാണെന്ന്. അതൊരു സാക്ഷ്യമാണ്. അപ്പൊ അതിനാ ദൈവം ഇതൊക്കെ അനുവദിക്കുന്നത്. അപ്പൊ ഇന്ന് വായിച്ച വേദഭാഗത്തിൽ 72 പേരെ കർത്താവ് പറഞ്ഞയച്ചതുപോലെ നമ്മളെ ഇന്ന് പറഞ്ഞയച്ചാൽ നിങ്ങൾ ചെല്ലുന്നിടത്ത് ഈ അത്ഭവമൊക്കെ നടക്കും. എത്ര നാളായി പള്ളി വരുമ്പോൾ പോക്ക് തുടങ്ങിയിട്ട്? ഏതൊക്കെയാണ്? അയച്ച 70 പേർ വലിയ സന്തോഷത്തോടെ തിരികെ വന്നു. നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് സന്തോഷത്തോടെ മടങ്ങി വരണമെങ്കിൽ ദൈവം പറഞ്ഞിട്ടേ പോകാവൂ. എവിടെയെങ്കിലും പോയിട്ട് ദുഃഖത്തോടെ കടന്നുവന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എൻ്റെ അർത്ഥം ദൈവം പറഞ്ഞിട്ടല്ല പോയതെന്നാണ്. അതിന് ക്ഷമ ചോദിക്കാവോ? കർത്താവെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കർത്താവെ നീ പറയാതെ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം ആരോ പറഞ്ഞു കേട്ട് ഞാൻ എവിടെയൊക്കെയോ പോയി ദുഃഖിച്ച് കയറി വന്നിട്ടുണ്ട്. ആ ദുഃഖം ഇതുവരെ മാറിയിട്ടുമില്ല. ഇനി മേലാൽ എൻ്റെ കർത്താവ് പറയാതെ ഞാൻ എങ്ങും പോവുകയില്ല. എൻ്റെ കർത്താവ് പറയാതെ ഞാൻ ആരോടും ഒന്നും സംസാരിക്കുകയില്ല എന്ന് തീരുമാനിക്കാമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഭവങ്ങളുടെ പട്ടിക ഇനി പറയാൻ പോവുക. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 17 മുതൽ 24 വരെ എടുത്താട്ടെ. 70 അല്ലെ 72 പേര് കർത്താവിന്റെ കൂടെ ഇരുന്ന് കർത്താവിന്റെ നിയോഗപ്രകാരം, കർത്താവിന്റെ വചനപ്രകാരം ചിലയിടങ്ങളിലേക്ക് അയക്കപ്പെടുകയാണ്. അംബാസഡർമാരായിട്ട് അവർ പോവുകയാണ്. ദൈവരാജ്യത്തിന്റെ അംബാസഡർമാരായി അവർ പോകുമ്പോൾ ദൈവരാജ്യത്തിന്റെ കൊടി അവരുടെ ഉണ്ടായിരുന്നു. ദൈവരാജ്യത്തിന്റെ 3 അനുഭവം, നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ഈ 3 അനുഭവങ്ങളോട് ഒരു ക്രിസ്തുവിനെ സേവിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ എന്തു സംഭവിച്ചു? കർത്താവെ അവിടുത്തെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾ കീഴടങ്ങുന്നുവെന്ന് പറഞ്ഞു. അവൻ അവരോട് അരുളി ചെയ്തു, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. അപ്പൊ കർത്താവ് പറഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകാമെങ്കിൽ നമ്മൾ ചെല്ലുന്നത് പിശാച് മിന്നൽ പോലെ വീഴുന്നത് കർത്താവ് കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് ആരുടെയും പറയാനുണ്ടോ? എന്റെ കർത്താവ് പറഞ്ഞിട്ട് ഞാൻ ഇന്നടത്ത് പോയപ്പോ അവിടുത്തെ പിശാചിൽ ഇറങ്ങി ഓടിപ്പോകുന്ന ഞാൻ കണ്ടു. അവിടെ ഇപ്പം അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമായെന്ന് പറയാൻ സാക്ഷ്യം പറയാനിടയാകണം. സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് വീഴുന്നത് ഞാൻ കണ്ടു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സർവ്വശക്തികളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ ഇതാ നിങ്ങൾക്ക് തരുന്നു. യാതൊന്നും നിങ്ങൾക്ക് ഉപദ്രവം വരുത്തുകയില്ല. അപ്പൊ ഏതെങ്കിലും ഉപദ്രവം വരുത്തിയെങ്കിൽ ഇതിന്റെ അർത്ഥം എന്നാ? ദൈവം പറഞ്ഞ കേട്ടല്ല പോകുന്ന. ദൈവം അതിനെ പ്രകാരം ജീവിക്കാമെങ്കിൽ യാതൊന്നിനും ആർക്കും ഒരു ബാധയും നമുക്ക് വരുത്താൻ 91-ാം സംഗീതത്തിനും ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുന്നത് ഒരു ബാധയും കൂടാരത്തിന് ഏതെങ്കിലും ബാധ വരുന്നെങ്കിൽ പറ്റിയിട്ടില്ല, വേറെ വല്ലയിടത്താ പറ്റിയെന്ന് എൻ്റെ അർത്ഥം. എത്രയും വേഗം എവിടെയെങ്കിലും അസ്ഥാനത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മളെ മുറിച്ചു മാറ്റി യേശുവിനോട് പറ്റിച്ചോ. നമുക്ക് മുറിവും ചതവുണ്ടാകുന്നത് യേശുവിന്റെ ബ്രാഞ്ച് നമ്മൾ ബഡ് ചെയ്യാനും ഗ്രാഫ്റ്റ് ചെയ്യാനുമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതിന് മുറിവിനും നന്ദി പറയണം. മുറിവുണ്ടാക്കിയവരുള്ള പരിഭവങ്ങൾ പിൻവലിച്ച് ഒരു ഹല്ലേലൂയ പറയാവോ? അങ്ങനെയാണെങ്കിൽ ആ മുറിവിനകത്ത് യേശുവിന്റെ മുളയൊട്ടി അത് അനേകം എടുക്കുന്ന അനുഗ്രഹത്തിന്റെ കമ്പുകളും കൊമ്പുകളായി വളരാൻ പോവുകയാണ്. പിശാചുകൾ നിങ്ങൾ കീഴടങ്ങുന്നതിൽ
സന്തോഷിക്കാതെ നിങ്ങളുടെ നാമം സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷിക്കുക. ആ സമയത്ത് തന്നെ യേശു പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പറഞ്ഞു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ എന്റെ പിതാവേ, നീ ജ്ഞാനികളിൽ നിന്നും വിവേകിയിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരം നിനക്ക് തിരുവിഷ്ടം ഉണ്ടായല്ലോ. പിന്നെ അവൻ ശിശുയുടെ നേരെ തിരിഞ്ഞ് അവരോട്, പിതാവ് സകലം എന്നെ വരമേൽപ്പിച്ചിരിക്കുന്നു. പുത്രൻ ആരാകുന്നു എന്ന് പിതാവല്ലാതെ മറ്റാരും അറിയുന്നില്ല. പിതാവായിരുന്ന പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ലാതെ മറ്റാരും അറിയുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായല്ലോ ചെയ്തു, നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവയാകുന്നു. എന്നാൽ അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണുവാൻ ആഗ്രഹിച്ചുവെങ്കിലും കണ്ടില്ല, നിങ്ങൾ കേൾക്കുവാൻ ആഗ്രഹിച്ചെങ്കിലും കേട്ടില്ല. ആ ഭാഗ്യം ഇന്ന് നിങ്ങൾക്ക് ദൈവം തരിക. 11 നോയമ്പെടുത്തു, പെന്തക്കോസ്ത് പെരുന്നാളും കഴിഞ്ഞു. ഇനി 15 നോയമ്പെടുക്കാൻ പോകുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഇതാ മാതാവും വിശുദ്ധന്മാരും 72 അറിയിപ്പുകാരും വന്ന് ഈ ഭാഗ്യം നമുക്ക് തരാൻ പോവുകയാണ്. നമ്മുടെ കൂടെ ദൈവം ഉണ്ടെന്ന് ശത്രു പറഞ്ഞ് പഞ്ചപച്ചവടക്ക് നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണെന്ന് ഇസ്ഹാക്കിനോട് ശത്രുക്കൾ എന്ന് പറഞ്ഞ പോലെ പറയുവാൻ നമ്മുടെ ഇനിയുള്ളതായ ആരാധനയും ധ്യാനം ഒതുകട്ടെ. അതുകൊണ്ട് ഇനിയുള്ളതായ ഇവിടുത്തെ എല്ലാ പരിപാടികളും ഈ സാക്ഷ്യമുള്ളവരായി ജീവിച്ച് ഒരു ശാപവും പറ്റാത്ത അവസ്ഥയിൽ ഈവിൾ പ്രൂഫ് വാക്സിനേഷൻ നടത്തി തിന്മ തൊടാത്ത അവസ്ഥയിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടെ പാവന പ്രാർത്ഥന നടത്തുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. വിശ്വാസം പുതുക്കുന്ന ഈ സമയം പിതാവിലും പുത്രനിലുള്ളതായ വിശ്വാസം പുതുക്കി പരിശുദ്ധാത്മാവിലും സഭയിലുള്ളതായ വിശ്വാസം നമ്മൾ പുതുക്കുന്ന ഈ സമയം കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനോട് ചോദിക്കാതെ ചെയ്ത എല്ലാ കാര്യങ്ങളും പാപമായി സ്നേഹക്കുറവായി ചിത്രീകരിക്കപ്പെട്ട് പിശാച് കേസ് കൊടുത്തിരിക്കുകയാണ്. ആ കേസ് ഇപ്പോൾ അതിൽ നമ്മളെ വിടുവിക്കാൻ വേണ്ടി കർത്താവ് നല്ല വക്കീലായിട്ട് വാദിച്ചുകൊണ്ട് അപ്പൊ ഈ വിശ്വാസമാണ് ചൊല്ലുന്നത് സ്വർഗത്തിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. ആരെല്ലാം ആമയും പറയുന്നു, ആരെല്ലാം വിശ്വസിക്കുന്നു പറയുന്നത് എല്ലാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ പേരിലുള്ള കേസ് തീർക്കാൻ വേണ്ടി കർത്താവ് പറയും, പിശാച് പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവരത് തെറ്റാണ് സമ്മതിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവരുടെ ആ പാവത്തിന് വേണ്ടി ഞാൻ മരിച്ചതാണ്. ആണിപ്പാട് കണ്ടോ, അവർ എഴുതാഴി കാണിച്ചതിന് ഞാൻ ശിക്ഷ ഏറ്റുകൊണ്ട് ഇനി അവരെ പിടിക്കേണ്ട, അവരെ എനിക്ക് ഞാൻ നേക്കാൻ പറയും. ഞാൻ അവരെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. പിശാച് നാണിച്ചങ്ങ് പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ യാചിക്കാൻ പോകുന്ന കർത്താവെ, ഞങ്ങളും ഞങ്ങളുടെ പൂർവ്വരും വാക്ക് പാലിക്കാതെ വാക്ക് തെറ്റിച്ച് പിശാചിന്റെ പുറകെ പോയ കേസുകൾ എത്രയെണ്ണമുണ്ട്. അത് തീരാൻ ഞങ്ങൾ സ്വർഗ്ഗകോടതിയിൽ വന്ന് നിൽക്കുകയാണ്. യേശു നമുക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരു വക്കാലത്ത് ഫീസും ചോദിക്കുന്നില്ല. ഫ്രീ ആയിട്ട് നമുക്ക് വേണ്ടി വാദിച്ച് നമ്മളെ സ്വന്തമാക്കും. പിശാചിന്റെ ചോദിക്കുന്നതോളം മറുവില കൊടുത്ത് കർത്താവ് മറുവിലയായി പകരമായി തീർന്നെങ്കിൽ അവൻ പിന്നെയും പകരം ചോദിക്കും. അതിനുവേണ്ടിയാണ് യെശയ്യാ 43:3 അനുസരിച്ച് നിനക്ക് പകരം കൂശിനെയും സെബയെയും മറ്റു മനുഷ്യരെയും കൊടുത്തിരിക്കുന്നു. അങ്ങനെ അവിശ്വാസികളായ അനേകർ പകരം കൊട്ടായി തള്ളപ്പെടും. നമുക്ക് ആ ഗതികേട് വരരുത്. അതുകൊണ്ട് അങ്ങനെ ഈ ഭൂമിയിലെ സകലം കർത്താവ് തീറ്റ കൊടുത്തിട്ടിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഒന്നിൽ ചൊവ്വാകും, അല്ലെ പകരം കൊട്ടായിക്കെങ്കിലും കൊള്ളാം. പകരം കൊട്ടായിലായി പോയാൽ പോകാ കേട്ടോ, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ ഭൂമിയിൽ സകലർക്കും ദൈവം ആഹാരം കൊടുക്കും, സകലർക്കും സൂര്യനെ ഉദിപ്പിക്കുന്നു, വെള്ളം കൊടുക്കുന്നു, എല്ലാ അനുഗ്രഹങ്ങളും വാരിക്കോരി കൊടുക്കുക. വിശ്വാസിയായില്ലെങ്കിൽ പകരം കൊട്ടായി തട്ടിപ്പോകും. എന്നെ പകരം കൊട്ടായി വിടല്ലേ എന്ന് പറയണം. പക്ഷെ പകരം കൊട്ടാക്കാരെ കണ്ടുപിടിക്കുന്ന ആരാണെന്നറിയാം? പിശാച് തന്നെയാണ്. ലിഗിവൻ ബാധിച്ചവന് സോപ്പിട്ടപ്പോൾ അവനും ഇറങ്ങി 6000 ഭൂതങ്ങളാണ് 2000 പന്നികളെ കണ്ടുപിടിച്ചത്. ഇവിടെ 2000 പന്നിയോട് അങ്ങോട്ട് കയറിക്കൊള്ളാൻ പറയും. പന്നിയുടെ സ്വഭാവത്തിൽ നടക്കാമെങ്കിൽ പകരം കൊട്ടാൽ അവൻ തന്നെ നമ്മളെ ബുക്ക് ചെയ്തേക്കും. ഇവിടെ വന്നിട്ട് നശിച്ചു പോയെന്ന് പറയാൻ കേൾക്കരുത്. ഇവിടുന്ന് ഇറങ്ങുന്ന ഭൂതം കയറാൻ ആർക്കെങ്കിലും ഇടമുണ്ടെങ്കിൽ എന്നോട് അതിന് കയറരുത്, ഞാൻ യേശുവിനെ എപ്പോഴെങ്കിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു പറയാമെങ്കിൽ അവിടുന്ന് അവൻ ഇറങ്ങിപ്പോക്കോളും. എല്ലാ ധ്യാനമന്ദിരങ്ങളിലും പള്ളികളിലും ഭൂതം ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന ഭൂതം അന്നേരം തന്നെ ഒരു പ്രാർത്ഥനയും നടന്നത് ഇന്നയാളുടെ ഉള്ളിൽ പന്നിയുടെ സ്വഭാവമുണ്ട്, മൃഗത്തിന്റെ ഇന്ന സ്വഭാവമുണ്ട്, ആ സ്വഭാവമുണ്ട്, ഞാൻ അങ്ങോട്ട് കയറിക്കോട്ടെ. കർത്താവ് പറയും അവർ വിശ്വാസപ്രമാണം ചൊല്ലുന്നില്ല, അവർ ശരിക്കും വിശ്വസിക്കുന്നില്ല, ഏതാണ്ട് കാര്യം സാധിക്കുക എന്നാൽ കയറിക്കോളാൻ പറയും. അങ്ങനെയാണ് പള്ളിയിൽ വന്ന് ആ ധ്യാനമന്ദിരത്തിൽ നിന്ന് പിഴച്ചു പോകുന്ന നശിച്ചു പോകുന്ന. അങ്ങനെ ഇവിടെ വന്നിട്ട് ആരെങ്കിലും നശിച്ചു പോയെന്ന് വരാൻ ഇടയാകരുത്. ഇപ്പൊ തന്നെ പറഞ്ഞാൽ കർത്താവേ, ഞാൻ നിന്നിൽ പിതാവെ വിശ്വസിക്കുന്നു, പുത്രനെ വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു, മാമോദീസ ഇതെല്ലാം ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ പാപിയുമാണ്, എനിക്ക് സ്നേഹവുമില്ല, ഞാൻ അവിശ്വാസിയാണ്, ഞാൻ കൊള്ളരുതാത്തവനാ, നന്ദിയില്ലാത്തവനാ, അതെല്ലാം പിശാച് കുറിച്ചെടുത്ത് കേസ് കൊടുത്തിരിക്കുക. അതൊക്കെ ശരിയായി സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ പാപിയാണ്. ആ പാപത്തിന് വേണ്ടിയാണ് യേശു മരിച്ചത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അപ്പൊ യേശു നമുക്ക് വേണ്ടി വാദിക്കും. അതൊന്ന് വായിക്കാൻ പോവാ, ഇതൊന്നും നമ്മൾ യാചിക്കാൻ പോവാ. സഹോദരങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുവാൻ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.
നല്ലവണ്ണം നിന്ന് പ്രാർത്ഥിക്കണമെന്നാണ് ഈ സമൻകാലോസ് എന്നുള്ളതിൻ്റെ അർത്ഥം. നമ്മൾ കോടതിയിൽ വന്നിരിക്കുകയാണ്. സ്വർഗ കോടതിയുടെ ബ്രാഞ്ചാണിത്. ആ ബ്രാഞ്ചിൻ്റെ ഇവിടെ കർത്താവ് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രതികളായ നമ്മൾ പുറകെ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ പേരിലെല്ലാം കേസുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ പേരിൽ കേസ് പോകുന്നുണ്ടെന്ന കാര്യം വെളിപ്പാട് ദിവസം 12 അധ്യായത്തിലുണ്ട്. എല്ലാ ദിവസവും നമ്മുടെ പേര് കേസിലെടുക്കുകയും വാദപ്രതിവാദങ്ങൾ നടക്കുകയും നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. ഇതറിയാമെങ്കിൽ നമ്മൾ വളരെ ജാഗ്രതയോടെ പുതിയ കേസ് വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം. വന്ന കേസ് തീർക്കാൻ കർത്താവ് സകല ചെലവും വഹിച്ച് ബാധിച്ചുകൊണ്ട് നിൽക്കുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇന്ന് വായിച്ച ആവർത്തന പുസ്തകം 33 അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ കേട്ടത്, പുരാതന ദൈവം നിന്റെ സങ്കേതമാണ്, കീഴെ ശാശ്വത വിജയങ്ങളുണ്ട്, ശത്രുവിനെ സംഹരിക്കാമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും നാൾ നമ്മളും നമ്മുടെ പൂർവ്വരും ദൈവസ്നേഹമില്ലാതെ അവിശ്വാസത്തോടെ പിശാചിന്റെ കൂടെ പല കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ കേസ് തീരാതെ കിടക്കുന്നു. ആ ശാപം തീരാൻ വേണ്ടി സ്വർഗ്ഗകോടതി നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാമോദീസായിൽ സ്വർഗത്തിലെ ഇൻഷുറൻസ് കമ്പനി ഒരു ഇൻഷുറൻസ് പോളിസി നമുക്ക് വേണ്ടി എടുത്തതാണ്. പക്ഷെ നമ്മൾ പ്രീമിയം അടക്കാഞ്ഞുകൊണ്ട് അതും ലാപ്സായി പോയി കിടക്കുക. അതുകൊണ്ട് കുടിശ്ശിക തീർത്ത് പ്രീമിയം അടയ്ക്കാൻ പോവുക. സ്വർഗ കോടതിയിൽ നമുക്ക് അനുകൂലമായ വിധി വന്നിരിക്കുന്നു. ശത്രുവിനെ സംഹരിക്കാമെന്ന് കൽപ്പിച്ചിട്ട് നമുക്ക് ശത്രു അപഹരിച്ചുകൊണ്ടുപോയതിൻ്റെ എല്ലാം ആ നഷ്ടപരിഹാരം തരാൻ സ്വർഗ കോടതി വിധിയായിട്ട് സ്വർഗത്തിലെ ബാങ്കിൽ നമുക്ക് തരാനായിട്ട് ഓർഡർ വന്നിരിക്കുക എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് പുരാതന ദൈവ സങ്കേതമാണ്, കീഴെ ശാശ്വത ജനങ്ങളെന്ന് പറയുന്ന ഈ പെന്തിക്കോസ്തിക്ക് ശേഷം 4 ഞായറാഴ്ച ആവർത്തനം 33 നമ്മുടെ അനുഭവമാകാൻ പോവുക. LIC ഓഫ് ഇന്ത്യയുടെ അടയാളം ഇങ്ങനെയാണ്. ഇൻഷുർ ചെയ്യുന്ന അന്നേരം തൊട്ട് പ്രീമിയം അടയ്ക്കുന്നിടത്തോളം കാലം പറയുന്ന അതിന് നഷ്ടപരിഹാരം കൊടുക്കും. പക്ഷേ LIC ഓഫ് ഹെവന്റെ പ്രത്യേകത, അത് നമ്മുടെ ആദാമിന്റെ കാലം മുതൽ നമ്മുടെ പൂർവികരുടെ നഷ്ടപരിഹാരം കൂടെ കൊടുക്കുന്ന അത്രയും ഭയങ്കര കമ്പനിയാണ് സ്വർഗത്തിലെ കമ്പനി, ഇൻഷുറൻസ് കമ്പനി. അതുകൊണ്ടാണ് കൈവെള്ളയെ നമ്മൾ എടുക്കുകയാണ്. പുരാതന ദൈവ സങ്കേതമാണ്, കീഴെ നമ്മുടെ കൈവെള്ളയിൽ നമ്മളെയും നമ്മുടെ പൂർവികരെയും നമ്മുടെ കുടുംബത്തെയും കർത്താവ് എടുത്തു വെച്ചിട്ട് സകല പൂർവ്വകാല ബാധ്യതകളും തീർത്ത് കടങ്ങളും തീർത്ത് നമ്മളെ ദൈവത്തിന്റെ പ്രിയ മക്കളായി തന്റെ ഉള്ളിൽ, തന്റെ കൈയുടെ ഉള്ളിൽ മറച്ചു വെക്കുന്ന അനുഭവം നമുക്ക് തരാൻ പോവുകയാണ്. അതുകൊണ്ട് കുടിശ്ശിക തീർത്ത് പ്രീമിയം അടയ്ക്കുവാൻ സ്വർഗത്തിലെ ബാങ്കിന്റെ കൗണ്ടറിൽ നിങ്ങൾ വന്നിരിക്കുകയാണ്. മഹത്വം 29 സംഗീത പ്രകാരം കർത്താവിന് മഹത്വവും സ്തുതിയും സ്തോത്രവും കൊടുക്കാമെങ്കിൽ അത് പ്രീമിയമായിട്ട് സ്വീകരിച്ച് കുടിശ്ശിക തീർത്ത് നമ്മുടെ പൂർവികരുടെയും ആരാധനയുടെ കുറവ് പരിഹരിക്കാമെങ്കിൽ നഷ്ടപരിഹാരം തരാൻ പോവാണ്. ആരെന്നാ ചെയ്താലും പേടിക്കേണ്ട, കമ്പനിയിൽ റിപ്പോർട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണ് നല്ലവണ്ണം പ്രാർത്ഥിക്കാവോ? സമൻകാലോ പെരുന്നാളിന് ശേഷമുള്ള 4ാമത്തെ ഞായറാഴ്ച ദിവസം 72 അറിയിപ്പുകാരെ നമ്മുടെ അടുത്ത് വന്ന് അവരുടെ സാക്ഷ്യം നമ്മളോട് പറഞ്ഞു. അവരെ കർത്താവിനാൽ വിളിക്കപ്പെട്ട് നിയോഗിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് പോയ ഇടങ്ങളിലൊക്കെയും സാത്താൻ മിന്നൽ പോലെ വീഴുന്നത് കർത്താവിന് കാണാനിടയാക്കി. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാമോദീസയുടെ പ്രതിജ്ഞ പുതുക്കി 72 അറിയിപ്പുകാരെ പോലെ സുവിശേഷപരമായ നടപടികളിലേക്ക് ഞങ്ങൾ അനയിക്കപ്പെട്ടോളാം. മുമ്പേ രാജ്യവും നീതി അന്വേഷിച്ച് നീതി, സമാധാനം, പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിൽ ക്രിസ്തുവിനെ സേവിച്ച് മനുഷ്യർക്ക് കൊള്ളാവുന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരുമായി കർത്താവിന്റെ അംബാസഡർമാരായിട്ടായിരിക്കും നമ്മൾ എവിടെയെങ്കിലും പോകുന്നത്. അപ്പം നമ്മൾ ദൈവരാജ്യത്തിന്റെ പ്രതിനിധികളായിരിക്കും. ദൈവരാജ്യത്തിന്റെ എല്ലാ അനുഭവങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കും. ഭൂതങ്ങൾ താഴെ വീഴുന്നത്, ഭൂതങ്ങൾ ഓടിപ്പോകുന്നത് കാണാൻ സാധിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആ 72 പേരും 12 അപ്പോസ്തലന്മാരും പൗലോസ്ലീഹായും എല്ലാവരും നമ്മുടെ ഇവിടെ വന്നു മധ്യത്തിലൂടെ ഒരു റാസ നടത്താൻ പോവുക. ആ റാസ നിങ്ങളുടെ അടുത്തൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കുരിശ് വരച്ചാൽ അവരെ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഭൂതങ്ങൾ ഇപ്പൊ മാറാൻ പോവുക. മാറ്റണമെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ഇവര് പോയ വഴിയെ ഇപ്പോൾ കർത്താവെ ഞങ്ങൾ മാമോദീസയിലെ പ്രതിജ്ഞ ഒന്നുകൂടെ പുതുക്കിയിരിക്കുന്നു, ഞങ്ങൾ വിശ്വാസ പ്രമാണം പുതുക്കിയിരിക്കുന്നു, സഭയോടുള്ള കൂറ്, കർത്താവിനോടുള്ള കൂറ്, മാതാപിതാക്കളോട് എല്ലാ രാഷ്ട്രത്തോടെ എല്ലാ കൂറും ഞങ്ങൾ പുതുക്കിയിരിക്കുന്ന സമയം അവിടുന്ന് 12 ശിഷ്യന്മാരെയും പൗലോസ്ലീഹായെയും 72 അറിയിപ്പുകാരെയും അയച്ചെടുത്ത് നടന്ന സംഭവങ്ങൾ, അത്ഭുതങ്ങൾ ഇവിടെ നടക്കണം, ഞങ്ങളുടെ വീട്ടിൽ നടക്കണം. വിവാഹപ്രായമായിരിക്കുന്ന കന്യകമാരെ വിവാഹം കഴിച്ച് വലതുകാല കുത്തി ആ വീട്ടിലോട്ട് കയറുമ്പോൾ ഈ സംഭവം അവിടെ ഉണ്ടാകും. അതിനാ കല്യാണം നീട്ടിക്കൊണ്ട് പോകുന്നു. നിങ്ങൾ ദൈവ നിയോഗപ്രകാരം ദൈവം നിശ്ചയിച്ച വിവാഹമാണെങ്കിൽ, അങ്ങനെ ദൈവ നിയോഗപ്രകാരം വിവാഹ നിശ്ചയം നടക്കുന്നെങ്കിൽ കല്യാണം കഴിഞ്ഞ് മണവാട്ടി വലതുകാലം കുത്തി വീട്ടിലോട്ട് കയറുമ്പോൾ എന്ത് സംഭവിക്കും? വല്ല ഭൂതം അവിടെ ഉണ്ട്, താഴെ വീഴും, മിന്നൽ പോലെ താഴെ വീഴും. നീ വന്നു കയറിയോണ്ട് വീട് അനുസരിക്കപ്പെട്ടെന്ന് അമ്മായിമ്മ പറയുകയും പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും അമ്മായി മോളെ, പൊന്നുമോളെ, നീ വന്നതുകൊണ്ടാണ് ഈ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയണം. ഇത്രയും നാളോട് യാതൊരു സ്വസ്ഥതയില്ല, നീ വരാൻ നോക്കിയിരിക്കായിരുന്നു കേട്ടോ, അതിനോട് ഒരുങ്ങിക്കോണം. അപ്പം കർത്താവിന്റെ കൂടെ ഇരുന്നിട്ട് കർത്താവ് അയച്ചിട്ട് എവിടെയെങ്കിലും പോകാം. അപ്പൊ ആരെ കൈനടിച്ച് വന്നാലും പറയണം, എനിക്ക് ഒരാളുണ്ട്, എന്റെ കർത്താവ് എനിക്ക് തരുന്ന ആൾ മതിയെന്ന് പറഞ്ഞേക്കണം, അല്ലേ പോകാം. അപ്പൊ അതുകൊണ്ട്
കർത്താവ് പറയാത്തത് എവിടെയെങ്കിലും വലിഞ്ഞു കയറി ചെന്നാൽ ആരെയും കൂടെ പോയാൽ ചെല്ലുന്നിടത്ത് പിശാച് കയറുകയുള്ളൂ, പിശാച് പോവുകയില്ല. കുടുംബം തകർന്നിരിക്കും. ആ ഗതികേട് വരാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ എവിടെയെല്ലാം യേശുവിനെ കൂടാതെ പോയിരിക്കുന്നു അവിടെയെല്ലാം പിശാച് കയറിയിട്ടുണ്ട്. ആ പിശാചിനെ ഇറക്കാൻ ഇപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ച് യാതയായിട്ട് പോകാൻ പോവാം. എല്ലാവരും വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിക്കൊണ്ട് നമ്മളിപ്പോൾ ഈ ധൂപപ്രാർത്ഥനയിലൂടെ ആ അനുഭവം നമ്മുടെ കുടിശ്ശിക തീർത്ത് അനുഗ്രഹം വാങ്ങിച്ച് നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മൾ ക്രിസ്തുവിനെ സേവിക്കുന്നവരാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ വചനത്താൽ, യേശുവിന്റെ ആത്മാവിൽ അവിടെ എല്ലാം ദൈവരാജ്യത്തിന്റെ നീതിയും സമാധാനം, പരിശുദ്ധാത്മാ സന്തോഷം വിളയാടും. സന്തോഷം കൊടുത്ത് ഇരട്ടിയാകും. ഭാരങ്ങൾ പങ്കിട്ട് പകുതിയാവും. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടി ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. നയവാൻപന